എല്ലാവരും നല്ലത് പറയണ കേട്ട് തലവെച്ച് കൊടുക്കാൻ നിൽക്കല്ലേ. പടത്തിന് നല്ല ബോറിംഗ് ഉണ്ട്, നല്ല ബോറുണ്ട്, കുറേ ബോറിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അവിടെ ചില റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ക്രിസ്റ്റഫർ നോളൻ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. ഞാൻ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സംവിധാനമായിട്ട് കാണുന്ന ആളാണ് ക്രിസ്റ്റഫർ നോളൻ. എനിക്ക് ഡാർക്ക് നൈറ്റ് വളരെ ഇഷ്ടമുള്ള പടമാണ്. ഞാൻ പറയാണ്, അൺഫോർച്ചുനേറ്റ്ലി ഈ പടത്തിൽ നല്ല ബോറിംഗ് ഉണ്ട്. ബട്ട് ത്രൂ ഔട്ട് ബോറിംഗ് അല്ല. അതാണ് ക്രിസ്റ്റഫർ നോളൻ്റെ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു പടത്തിന് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി, ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ, ബെസ്റ്റ് ആക്ടിങ്, ബെസ്റ്റ് സ്റ്റോറി, ബെസ്റ്റ് ഡയലോഗ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എക്സൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പടത്തിന് ബോറിംഗ് എലമെന്റ്സ് ഉണ്ട്. യെസ്, ഇത്രയും എലമെന്റ്സും സൂപ്പറായിട്ട് വന്നിട്ടും, ഇത്രയും നല്ലൊരു പടം എടുത്തിട്ടും പടം കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ്, ലൈക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻട്രസ്റ്റ്, അത് അത്രയും വന്നില്ല. ലൈക്ക് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ശരിക്കും കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ത്രൂ ഔട്ട് ബോറിംഗ് അല്ല. അതാണ് ഈ പടത്തിന്റെ വേറൊരു പ്ലസ് പോയിന്റ്. കാരണം ഒരു പോർഷനിൽ എത്തുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. ഇൻട്രസ്റ്റിംഗ് പോർഷൻസ് എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ട്രോയ് മൊമെന്റ്സ് ഒരിക്കലും ബോറിംഗ് ആവില്ല. ആ ഒരു ട്രോയ് പിടിച്ചെടുക്കുന്ന സംഭവം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. എല്ലാവരും ടോപ്പ് നോച്ചിലാണ് ചെയ്തേക്കുന്നത്. അത് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കാണാനും പറ്റും. ബട്ട് കുറേ പോർഷൻസിൽ ഇങ്ങനെ ആ ഒരു പോർഷൻ എത്തുന്നത് വരെ നല്ലതാണ്, പക്ഷെ ആ ഒരു ജേണിയാണ് ശോകമായിട്ട് വരുന്നത്. അത് വളരെ ടഫായിട്ടുള്ള ജേണിയാണ്. ആ ഒരു ടഫ്നെസ് കാണുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി അത് കുറച്ച് ലാഗിങ് ആണ്, കുറേ ബോറിങ് എലമെന്റ്സ് ഉണ്ട്. സോ അത് ഈ ആസ്വാദനത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് പറയുമ്പോൾ കുറേ ബാക്ക്ലാഷ് ഇതിന് കിട്ടിയതാണ്. ഇവരെ കാസ്റ്റ് ചെയ്തു, അവരെ കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ അത് നമുക്കുള്ള എഫക്റ്റ് ചെയ്യില്ല. അത്രേ ഉള്ള കാര്യമുള്ളൂ. നമ്മൾ അതിനെ വെച്ച് ബോധേഡല്ല ആര് കാസ്റ്റ് ചെയ്തു, എന്ത് കാസ്റ്റ് ചെയ്തു എന്നുള്ളത്. അഭിനയം നന്നായി മതി, അതാണ് അവിടെ മെയിൻ കാര്യം. ആൻഡ് ഇൻ ടേംസ് ഓഫ് അഭിനയം എനിക്ക് കുറേ പറയാനുണ്ട്. ഫസ്റ്റ് നമുക്ക് തുടങ്ങാം സെൻഡയിൽ നിന്ന്. സെൻഡയ അതിനു മുമ്പ് കാര്യമായി വെച്ചാൽ ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ടോപ്പ് 5 പോലും ഈ പടം വരില്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. സോ സെൻഡയ എന്ന് തുടങ്ങാം. സെൻഡയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും. സെൻഡയ ഒരു മിസ്കാസ്റ്റ് ആണ്. പുള്ളിക്കാർക്ക് നല്ല സ്ക്രീൻ പ്രസൻസ് ഇല്ല, നല്ലൊരു ഓറയില്ല. ഒരു ഗോഡസ് ആയിട്ട് വരുമ്പോൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഗോഡസ് ആയിട്ട് തോന്നണം. ഒരു ഉറക്കം തൂങ്ങിയൊരു മുഖം പിടിച്ച് നിന്നാണ് ഒരു ആവറേജ് അഭിനയമായിരുന്നു സെൻഡയുടെ. സോറി സെൻഡയ, ഞാൻ ഒരു വലിയ ഫാനാണ് സെൻഡയുടെ. ബട്ട് സ്റ്റിൽ സോറി, ആ ഒരു ഓറ, ഒരു സ്ക്രീൻ പ്രസൻസ് അത് സെൻഡയ്ക്കില്ല. അത് രണ്ടും ഉണ്ടായിരുന്ന വേറൊരാളുണ്ട്. ആ പുള്ളിയാണ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് എൻ്റെ ഒപ്പീനിയനിൽ. ആകെ കുറച്ച് സീൻ ഉണ്ടായുള്ളൂ. കിങ് ഏഗമനോൺ, നമ്മുടെ രാജാവ് വന്ന് നിന്ന സുട്ട് പൊളി, വേറെ ലെവൽ. അണ്ണൻ നമ്മ കിങ് എന്ന് പറയുമ്പോൾ ഇതാണ് കിങ്. വന്ന് നിൽക്കുമ്പോൾ തന്നെ ശരിക്കും ഇങ്ങനെ ആയിപ്പോവും, രാജാവ് എന്ന് അങ്ങനെ ആയിപ്പോവും. അന്തമാതിരി സ്ക്രീൻ പ്രസൻസ്, അന്തമാതിരി ഓറ. ഗേറ്റ് തുറക്കുമ്പോൾ നിൽപ്പുണ്ട് മോനെ. കുറച്ച് സീനുള്ളെങ്കിലും ഇല്ലേ, ആ ഒരു ഈ സംഭവം വെച്ചാണ് പുള്ളി മെജോറിറ്റി പടത്തിൽ ഉണ്ടായിരുന്നത്. ഡയലോഗും പുള്ളി ആ ഒരു സംഭവത്തിലാണ് പറഞ്ഞത്. അടിപൊളി, അടിപൊളി. ആ ഒരു സംഭവത്തിന് വേണ്ടി, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസിന് വേണ്ടി പടം കാണാം. അന്തമാതിരി പൊളി, ചിത്തപ്പൊളി എന്നൊക്കെ പറയില്ലേ. മാറ്റ് ഡേമനും ടോം ഹോളണ്ടിന്റെ പെർഫോമൻസിനോട് ഞാൻ ഒരുമിച്ച് പറയും. ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് 2 പേരാണ്. ഫസ്റ്റ് റോബർട്ട് പാറ്റിൻസൺ, ഒരു ഷേപ്പ് ഷിഫ്റ്ററായിട്ട് പുള്ളിക്കാരൻ മാറി. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, നല്ല സൂപ്പറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത എക്സ്പ്രഷൻ പുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഹെലനോസ് പാട്ട, ഹെലൻ ഓഫ് ട്രോയ്. വെറുതെ ആ പിന്നെ കുറേ തെറി വാങ്ങിച്ചു കൊടുത്തു. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആകെ 2-3 ഡയലോഗ് ഉണ്ടായാലും 2-3 അഭിനയം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ആ പിന്നെ കാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. വെറുതെ ഒരു റാൻഡം ഒരു നടിനെ കാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, നല്ല ആക്ട്രസിനെ കാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. നല്ല ആക്ട്രസ് അല്ലെന്നല്ല പറഞ്ഞത്, ബട്ട് സ്റ്റിൽ ഒരു ചെറിയൊരു പോർഷന് വേണ്ടി ആപ്പിനെ കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വെറുതെ ആപ്പിനെ കുറേ ചെറിയ വാങ്ങിച്ചു കൊടുത്തു, വെറുതെ യൂസ്ലെസ് ആയിപ്പോയി. ഒരു കണ്ണില്ലാത്ത ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. ആ ഒരു അഭിനയം എനിക്കറിയാം, പുള്ളിക്കാരൻ്റെ അഭിനയം സൂപ്പറായിരുന്നു, അടിപൊളി അഭിനയം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോൺ ബെർത്തനാൾ, നമ്മുടെ സ്പൈഡർമാൻ്റെ കൂട്ടുകാരൻ. പുള്ളി പണിഷറിൻ്റെ ഇതിൽ നിന്ന് വിട്ടുമാറി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അന്തമാതിരി അഭിനയമാണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചത്. ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് പറയാനുള്ളത് ഓഫ് കോഴ്സ് ആൻ ഹാത്തവേയുടെ ക്യാരക്ടർ, ഒഡീസിസിൻ്റെ ഭാര്യ. സൂപ്പർ പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമൻസ് ഈ പടത്തിൽ എനിക്ക് തോന്നിയത് പുള്ളിക്കാരിയുടെയാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു ശരിക്കും ആ ക്യാരക്ടറിലോട്ട് മാറി. എനിക്ക് ആ ഒരു നടിനെ കാണാൻ പറ്റിയില്ല, ആ ഒരു വ്യക്തിനെ കാണാൻ പറ്റിയില്ല, ആ ഒരു ക്യാരക്ടർ മാത്രമാണ് കണ്ടത്. എല്ലാ ഇമോഷൻസും നല്ല പക്ക ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ പറയാനുള്ളത് മാറ്റ് ഡേമനും നമ്മുടെ ടോം ഹോളണ്ടും. ഇവർ രണ്ടുപേരുടെ അഭിനയം ഏകദേശം സിമിലർ ആണ്. കാരണം ഇവരുടെ ആസ് എ ആക്ടർ എന്ന് പറയുന്നത്, ഇവരൊരു ക്യാരക്ടർ എടുത്തിട്ട് ഇവരുടെ രീതിയിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ കാണുന്നത് മാറ്റ് ഡേമനെയും ടോം ഹോളണ്ടിനെയും അവരുടെ വേർഷൻ കാണിക്കുന്നതാണ്. നിങ്ങൾ കാണുന്ന ഇവർ രണ്ടുപേരെയാണ്, നിങ്ങൾ ആ ക്യാരക്ടറിനല്ല കാണുന്നത്. നിങ്ങൾ അവരുടെ ഒരു ടേക്കാണ് കാണുന്നത്. നിങ്ങൾ അപ്പോൾ ടോം ഹോളണ്ടിനെ മാറ്റ് ഡേമൻ തന്നെയാണ് കാണുന്നത് ഒഡേസിന്റെ രീതിയിൽ, അവരുടെ ടേക്കാണ് കാണുന്നത്. ബട്ട് റോബർട്ട് പാറ്റിൻസൺ ഡിഫറെന്റ് ആക്ടറാണ്. പുള്ളി ആ ഒരു ക്യാരക്ടറിലേക്ക് മാറും. അപ്പോൾ നമുക്ക് റോബർട്ട് പാറ്റിൻസനെ കാണാൻ പറ്റില്ല.
ആ ഒരു ആക്ടിങ്ങും ആ ഒരു സംഭവമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ ഇവർ രണ്ടുപേരും എനിക്ക് ഒരേ ബാറിൽ ഒരേപോലെ എനിക്ക് തോന്നിയത്. പിന്നെ അഭിനയത്തിൽ വേറെ ആരും പറയാൻ, ഓഫ് കോഴ്സ് ഒരു സിർസെ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാർലിസ് തെറോൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആക്ടിങ്സിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓബിയസ്ലി ക്രിസ്റ്റഫർ നോളൻ അടിപൊളി ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഒരു കഥയും എല്ലാ രീതിയിലും നല്ലതാണ്. ബട്ട് സ്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. മേ ബി ഒരു ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു 3 മണിക്കൂർ സിനിമ, അതും ഒരു ഡ്രാമ, പ്യുവർ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു കഷ്ടപ്പാടുണ്ട്. അതിൻ്റെ പേഴ്സണലി എനിക്ക് കുറച്ച് ഫോക്കസ് കിട്ടാത്ത അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ. ഒരു പോർഷനിൽ അവർ നടന്നു വന്നിട്ട് ഇവിടം വരെ നടന്നു വന്നെ, അത്രയും പോർഷന് ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റണില്ല. ലൈക്ക് അതൊക്കെ നോക്കി എന്തൊക്കെയുണ്ട് ലൈറ്റൊക്കെ കത്തണ്ടാവുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വേണ്ടി വന്നു. സോ ഇറ്റ് ഈസ് നോട്ട് ആസ് ഇൻട്രസ്റ്റിംഗ് ഞാൻ വിചാരിച്ച പോലെ. മേ ബി ഞാൻ കുറേ ഹൈപ്പ് ചെയ്ത് ഞാൻ കുറേ ഓവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാവാം. ബട്ട് ഇതൊരിക്കലും ബാഡ് ഫിലിം അല്ല. ഇതൊരു സൂപ്പർ പടം തന്നെയാണ്. വെൽ ക്വാളിറ്റി, ഹൈലി നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ അടിപൊളി പടമാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഐമാക്സ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് സംഭവം ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല സിനിമ തന്നെയാണ്. ബട്ട് മോസ്റ്റ്ലി പോർഷൻസിൽ ബോറിംഗ് ആണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ റിവ്യൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.